അപ്പൊ കട്ട പോസ്റ്റാണ് ഗൈസ്, അത് പറഞ്ഞു നിക്കണേ. കല്യാണത്തിന് വരെ മാറ്റി കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു യാത്ര മധ്യയിലാട്ടോ. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബൈക്ക് പോന്നിക്കാണ്. ഒരു ചെറിയ ഷൂട്ട് ഉണ്ടല്ലേ, ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ട് ഏകദേശം സമയം 7 മണി ആയിട്ടുള്ളൂ. രാവിലെ ഇറങ്ങിയതല്ലേ, രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ കുറച്ചൊരു മയക്ക് കമ്മിയുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ബൈക്ക് മുന്നാണല്ലോ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഇത് മഴ കാരണം ഇപ്പൊ 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടായി മാറ്റി കുറച്ച് ദിവസമായി വന്നിട്ടല്ലേ, ഏകദേശം ഒരാഴ്ചയുടെ അടുത്തായി ഇപ്പൊ. അപ്പൊ ഓരോ കേസുകൾ ഒരു ഇടയിൽ ചിലപ്പോ മഴ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇന്ന് എന്തായാലും നമ്മൾ അതിനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പോണ കാഴ്ചകളും പിന്നെ അവിടെ എത്തിയിട്ടുള്ളതൊക്കെ നമ്മള് വീഡിയോ ഉൾപ്പെടുത്താം. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ മെയിൻ പറയാനുള്ളത്, നിങ്ങൾ ലൈക്ക് തരുമ്പോഴാണ് നമ്മളെ വ്ളോഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അറിയുള്ളൂ. അപ്പൊ ആരും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് നമ്മൾ ഓരോ സപ്പോർട്ടും. അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. കുറച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു ഒഴിഞ്ഞൊരു പ്ലേസ് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ഇൻട്രോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി വീഡിയോയിൽ കാണാം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫുഡൊന്നും കഴിക്കാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും. അപ്പം നമ്മൾ രണ്ടാളും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മഞ്ചേരിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ഥിരം സ്പോട്ടായ ഫർസിന്ന് തന്നെ കാരണം കഴിക്കണ്ടാവുക. അപ്പൊ നമ്മള് മഞ്ചേരി സ്ഥിരമായിട്ട് ഞാൻ വരുന്ന ഹോട്ടലുണ്ട് ഫർസ. അപ്പം എന്താണ് ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. ബാബുവിന്റെ വീക്ക്നെസ് സ്പോട്ടാണ്. ജിമ്മിനൊക്കെ വന്നാൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് കേട്ടോ. വെജിറ്റേറിയന്റെ മാത്രമായിട്ടുള്ളതായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ അല്ലാണ്ട് വേറെ ഉണ്ട്. അപ്പം എന്താണ് ഇവിടെയാണ് ഇപ്പൊ ചാടിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 30,000 ആളാണ്. അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇഡ്ഡലി കഴിക്കാൻ പോണത്. അപ്പം ബാബുവിന് വെയ്യട്ടോ. നമ്മള് ജലദോഷവും ഒക്കെ ആയിങ്ങാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബുവിന് അലർജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പരാക്ക് പൂച്ച വന്നതിന് ശേഷം അലർജി ഇപ്പൊ കൂടുതലാണ്. ഇങ്ങനെ തന്നെയാണ് വന്നതിന് ശേഷം. അപ്പം ആളെ നമ്മളിപ്പോ അതിന് ശേഷം എന്താണ് ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. ആദ്യം ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നല്ലോ. അപ്പൊ അതെ അതെ ഞങ്ങൾ വിചാരിച്ചിന് ഇമ്മാന്റെ കൂടെ എടുക്കല് മൂപ്പരാളെ കൂടുതലിടാനേ മനസ്സ് വരുന്നില്ല. പക്ഷെ ഇമ്മ പറഞ്ഞു ഇമ്മാന്റെ കൂടെ കിടന്നോന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ മൂപ്പരാക്കന്മാർ ഉമ്മയും മമ്മിയും കൂടുവാണ് കിടക്കാറുള്ളത്. അപ്പൊ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് രണ്ടാമത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം. മക്കളുടെ കാര്യങ്ങളൊക്കെ ഇനി വഴിയാ. തീരെ ടൈമില്ല. എത്രയും വേഗത്തിൽ എത്താൻ പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ നേരം നല്ല ഉച്ചക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇഡ്ഡലി വട ദോശയാണ്. വടല്ലോ എന്താണ് വടയും ദോശയില്ല, ഇഡ്ഡലിയാണ്. അപ്പൊ ഞാൻ കഴിക്കട്ടെ. നമ്മള് പോണ വഴിയിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫ്ലവർ വാങ്ങാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു. മുല്ലപ്പൂ മല്ലിപ്പൂ ശരി. അപ്പം നമ്മള് എന്താണ് ഫ്ലവർ വാങ്ങാനായിട്ട് നിക്കാണ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞോണ്ട് ഇറങ്ങി. മഴ ചാറ്റുണ്ട് ഗൈസ്. മഴ പെയ്യാതെ അങ്ങോട്ട് എത്തിക്കിട്ടാനായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ എന്തായാലും അങ്ങോട്ട് ഉറപ്പായും മഴ കൊണ്ടുപോകേണ്ടി വരും. ആ ഷീറ്റ് ഒരു കവർ ഉണ്ടല്ലോ മേത്തിപ്പ് എല്ലാരും ആ സംഭവം ലോകത്തെ ഏറ്റവും വലിയ മടിയാണ്. നടക്കൂല. പക്ഷെ അധികം അതല്ല, അത് ഒരു പ്രാവശ്യം നനഞ്ഞ് പിന്നെ അത് ഇടുമ്പോ ഒരു ജാതിയാണ്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങനെ മഴ കൊള്ളാൻ മഞ്ചേരിയാണ്. മഴ ഇങ്ങനെ പാറ്റിക്കൊണ്ട് കണ്ടത് ചിലപ്പോ ഈ കാണൂല. രാവിലത്തെ തന്നെ അങ്ങാടിയാണ്. അവിടെ നമ്മളൊരു പൂക്കടി നിൽക്കാണ് ആള്. മറ്റേ റോസാപ്പൂ കടില്ല. അതെ അതെ
അതെ അതെ. റോസാപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചെറിയൊരു വാട്ടം തോന്നിയപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതേ സംഭവം കയ്യിലുണ്ട്. അപ്പൊ ഇതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ്. ഇപ്പൊ പെയ്യും മനസ്സിൽ കരുതിയോട് പോട്ടെ. എന്ത് മഴേ ഇപ്പൊ പെയ്യും കൊണ്ടൊക്കെ മേലൊക്കെ മതിയല്ലോ. പ്രാവ് ഇതന്നെയുള്ള കാഴ്ച നല്ല രസമുണ്ട് കാണാനല്ലോ. അപ്പൊ ഫുള്ള് പ്രാവ് അമ്പലപ്രാവ്. മഴ നേരത്തെ ഒരു ചെറിയ പാറ്റിലുണ്ടെങ്കിലും ഇപ്പൊ കുഴപ്പമില്ലല്ലോ ബാബോ. അവിടെ എത്ര വരെ മഴ പെയ്യാതെന്നാൽ കൂടി കിടക്കണം. ഇപ്പൊ പൊട്ടിട്ടുള്ള ജസ്റ്റിനോട് മയക്ക് നിൽക്കണേ. അവിടെ എത്ര വരെ പൊട്ടാതെ തരും. ഒന്നാകെ എറിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ എത്ര വരെ മഴ പെയ്യൂല. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പമ്പിലാണിട്ടുള്ളത്. അപ്പോ എണ്ണ അടിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പൊ ബാബുവിന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടിരിക്കാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പൊ ഇനി കുറച്ചും കൂടി പോകാനുള്ളൂ, അധികം ഇനി പോകാനൊന്നുമില്ല. അപ്പൊ സ്ഥലത്തിന്റെ കറക്റ്റ് എവിടെയാന്ന് എനിക്ക് അറിയില്ല ഒന്നാമത്. അതുകൊണ്ടാണ് സ്ഥലം ഏതാന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനി കുറച്ചേ പോകാനുള്ളൂ. അപ്പൊ പിന്നെ പറയാനാണെങ്കിൽ എന്റെ ഫസ്റ്റ് ബ്രൈഡൽ മേക്ക് ഓവർ ആണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞവർക്ക് നമുക്ക് ഒന്നും കൂടി ഒക്കെ ഒരു ഷൂട്ടൊക്കെ, അതും ബ്രൈഡൽ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പം എന്താ പറയാ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അപ്പൊ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മലമക്കൊക്കെ പോകുമ്പോ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ പോവാണെങ്കിൽ അതൊക്കെ ഇതേ കുത്തിരിപ്പില്ലേ. സെൽഫിയും കാണുന്നുണ്ടോ? ഞാൻ ഇതിനെ കൊണ്ട് പെട്രോളത്തോളം കുത്തുണ്ട്. ഇതാടാ പോയപ്പോ കണ്ടോ. നമ്മളിപ്പോ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കണ്ടോ, കുറച്ച് കിലോമീറ്റർ ചെറുതായിട്ട് പാറ്റി. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എത്താൻ നേരത്താണ് പെയ്ത് ഇങ്ങനെ നനഞ്ഞത്. ബാബു മുന്നിലുള്ളതുകൊണ്ട് ബാബുവിന്റെ മേത്താണ് ഫുള്ള് നനഞ്ഞിട്ടുള്ളത്. സൂപ്പറാളെ മുന്നിൽ നായ നനഞ്ഞത് നൈസ്. അപ്പൊ നമ്മളിപ്പോ എന്താണ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ആള് എന്തോ അവളെ ആർട്ടിസ്റ്റ് പുറത്തൊക്കെ എന്തിനായിട്ട് പോയതാണ്. ഇനി ആള് വന്നിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യും മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഇനി ബാബു കട്ട പോസ്റ്റാണ് ഗൈസ്. അത് പറഞ്ഞു നിൽക്കണേ. എന്നോട് പറഞ്ഞോ നേരെ വെക്കുകയാണെങ്കിൽ ഞാൻ വല്ലനെ മൂട്ട് അവിടുന്ന്. അപ്പം കുറച്ച് ടൈം പിടിക്കണ പരിപാടിയല്ലേ. വേണമെങ്കിൽ ഒന്ന് പോയി റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. നിലമ്പൂർ ഭാഗമല്ലേ അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മഴ കാരണം പിന്നെ അധികം പുറത്തേക്ക് ഇറങ്ങുന്നില്ല. നാട്ടിൽ പോവാനാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയില് കാണാം. ഇല്ലട്ടോ എന്നിട്ട് കാരണം അങ്ങനെ പോവൊന്നുമില്ല. ചെലപ്പെങ്കിൽ പോവും, പറയാൻ പറ്റൂല. ചില നേരത്ത് മാനസികമാണ്. വെറുതെ ഒരു ഭാഗത്ത് കുറെ നേരം നിൽക്കണ ഊപ്പറാക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്തെങ്കിലും ചിലപ്പെങ്കിൽ ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോകും. ഞാൻ നാട്ടിൽ പോലുണ്ടാവില്ലേ കാരം അല്ലേ. അപ്പം എന്തായാലും ഗൈസ് വീഡിയോ കണ്ടോക്കാം. അപ്പം നമുക്കിന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോണത് ജൽവയാണ്. ഇപ്പം നമ്മൾ ജൽവന്റെ വീട്ടിലാണിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യല്ലേ. ബൈക്ക് ഓണാണോ നോക്കി. മൈക്ക് ഓണാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹെയർ ക്രിംബിയലൊക്കെ കഴിഞ്ഞു. ഫേസിൻ്റെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറാമാൻ വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം.
കെയർ കഴിഞ്ഞതിന് ശേഷം ഐ മേക്കപ്പ് ആണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ലെൻസ് വെക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് ഭയങ്കര തടസ്സയിലൊക്കെ എനിക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയുക ബോറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല വർത്തമാനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യണ വേറെ ലൊക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ബാബു ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാമറാമാൻ കുറേ നേരമായി അവിടെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈമായി നമ്മൾ എന്താണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഫുള്ളായിട്ട് ലുക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കാം. ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ആൾ പറഞ്ഞിരുന്നു മഴ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ നേരെ വൈകിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. 10 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കറണ്ട് വരും പോകും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കറണ്ട് ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു മേക്കപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. എന്നാലും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഒക്കേഷനിൽ ഉൾഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഫോട്ടോസ് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ മൂക്ക് അടിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, അവന് വയ്യ. പിന്നെ ഒന്നാമത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബാബു വന്നത്. മഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പൊ നമ്മളവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് വരുന്ന വഴിയാണ്. അപ്പൊ റോഡിലാണ്. അതെ അതെ, ആൾക്കാർ നോക്കാം ഒരു ഏതാണ് ഈ കല്യാണപ്പേരിൽ പെണ്ണിനെ കല്യാണപ്പേരിൽ ഏതോ പെണ്ണിനെ അടിച്ചുകൊണ്ടുപോകാന്ന് വെച്ചിട്ട് നോക്കണത്. അപ്പൊ നമ്മളുടെ ഔട്ട്ഫിറ്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ലഹങ്കയും അതേമാതിരി ഔട്ട്ഫിറ്റും അതേമാതിരി തന്നെ ജ്വല്ലറി ഒക്കെ നമുക്ക് പെരിന്തൽമണ്ണ ഉള്ള അലോറ എന്നുള്ള റെന്റൽ ഷോപ്പിൽ നിന്നാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജൽവ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളെ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും റീൽ അപ്ലോഡ് ചെയ്യാനായിക്കാരം. അപ്പോൾ ജൽവന്റെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ കൊളാബ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കല്യാണം ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ ജൽവൻ്റെ പേജിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ജൽവൻ്റെ വീട്ടിലേക്കാണ് പോണത്. കാരണം ഇതൊക്കെ ഒന്ന് ഇനി ഊരിയിടണം ഗൈസ്. ആകെ എന്തൊരു വെയിറ്റ് എന്നറിയാം ഇതിന്. ഇത് പൊക്കി പിടിച്ച് നടക്കുകയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്നാകെ. അപ്പോൾ എന്തായാലും റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്യണതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക് എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് ഈ ഒരു എന്താ പറയുക ബ്രൈഡൽ ലുക്ക് എന്ന് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. കല്യാണത്തിന് പോലും എനിക്ക് ഇങ്ങനെ ഒരുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാബുവിനോട് ഞാൻ ഇതിൻ്റെ ലുക്ക് എന്താ പറയുക അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. മൊത്തത്തില് കല്യാണത്തിന് വരെ ഉള്ള കേസ് ഇങ്ങനെ മാറ്റി കേട്ടോ. കല്യാണത്തിന് ഇത്ര മാറ്റിയിട്ടില്ല. അത് നല്ല അടിപൊളി ക്യാമറമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാരി മൊരുക്കി അത് ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അത് ബാക്ക് ഓവർ ചെയ്തിട്ടില്ലേ, ഇത് രസമില്ല, അടിപൊളിയായിക്കണു. നമ്മളെ ഫോട്ടോഷൂട്ട് കാര്യമൊക്കെ കഴിഞ്ഞു അവിടെ. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാം, ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാം അല്ലേ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് പോവല്ലേ. അപ്പൊ ഗൈസ് ബാബു എന്നെ ഇങ്ങനെ കണ്ടിട്ട് ആകെ ഇങ്ങനെ അന്താളിച്ച് നിന്നിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോ മഞ്ചേരി പോയതേന്ന് ആള്. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയതരും. പിന്നെ അവിടെ വിലോന്റെ ഇപ്പൊ വന്നിരും. അപ്പൊ ഓലക്ക് കാണിക്കാനുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു 4-5 മണിക്കൂർ ഇതായിക്കണ്ടല്ലോ, പോസ്റ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് പോയതാണ്. പറ്റി കാണിച്ചപ്പോ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ഞാൻ വന്നപ്പോ നമ്മളെ ബ്യൂട്ടീഷ്യന് അല്ലേ എന്നോട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ തമ്പത്താറോ എന്റെ കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവളോട് പറഞ്ഞു, പിന്നെ മനസ്സിലായി. സംഗതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവളെ നമുക്ക് കല്യാണത്തിന് ഇങ്ങനെ മാറ്റിയിട്ടില്ല. കല്യാണത്തിന് എന്താ അങ്ങോട്ട് മേക്കപ്പ് അടിച്ചിട്ട് കൊടുത്തുവിടുന്നോ? ഡ്രസ് അലോറോ
അതെ, പെരിന്തൽമണ്ണ അലോറയെന്നാണ് നമുക്ക് ഔട്ട്ഫിറ്റ് തന്നെ തന്നിട്ടുള്ളത്. ആളുടെ പേര് കറക്റ്റ് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. എന്തായാലും നമ്മള് റീൽസിൽ അവരൊക്കെ കൊളാബ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് അതെ അതെ. നമ്മളിപ്പോ അവിടുന്ന് പോന്നു കേട്ടോ. നല്ല മഴയായ കാരണം തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോ മഞ്ചേരിയിൽ ചായ കുടിക്കുകയാണ്. ബാബുന് രണ്ടാമത്തെ കടിയാണ്. വീഡിയോ എടുക്കേണ്ട ഓർമ്മൊന്നുമില്ല, ചായ അടിക്കണം. ഭയങ്കര കൊയക്കെന്ന് പറഞ്ഞാണ്ട് അപ്പം ഞങ്ങൾ ബാഗിലാണ്. അപ്പം ചിലപ്പോ കേക്കോളൂ, ചിലപ്പോ കേൾക്കാൻ ഉണ്ടാവില്ല, ചെറിയൊരു സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇനി ചായ അടിക്കാൻ മന്തി വാങ്ങാം, കുടുവിന് കുറച്ച് കാറ്റ് ഫുഡ് വാങ്ങാണ്ട് അത് വാങ്ങാൻ ഇനി നേരെ വീട്ടിലോട്ട് രാവിലെ ഇറങ്ങിയാണ്. അപ്പൊ ഉമ്മ ഒന്ന് നോമ്പെടുത്തിട്ടാണ്, അമ്മമാക്കുള്ള ഫുഡാണ്. നമ്മളെ കൈമളി ചെന്നിട്ട് വേണം നമുക്ക് നോമ്പെടുപ്പിക്കാന്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ ഇങ്ങനൊക്കെ ഇനിയും എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ മഞ്ചേരി ഉണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങാൻ. അതെ, അപ്പൊ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നമ്മളുടെ എന്താ പറയാ മേക്കോവറിനെ പറ്റിയിട്ടുള്ള ഫോട്ടോഗ്രാഫറിന്റെ അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഔട്ട്ഫിറ്റ് തന്ന അലോറ, അതേമാതിരി തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒക്കെ പേരും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അതിൽ കൊടുക്കുന്നതായി കാരണം നമ്പർ അടക്കം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ല ബാബു ഇനിയിപ്പോ വല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റും അതേപോലെ തന്നെ ക്യാമറമാനൊക്കെ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും ഓരോ പേജിൽ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. പ്രൈസിനാണ്. പിന്നെ അലോറന്റെ നമ്മളെ ഔട്ട്ഫിറ്റ് അലോറന്നായിരുന്നു. അലോറന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കളക്ഷൻ ഉള്ള കാലിക്കറ്റും ഉണ്ട്, അതേമാതിരി കണ്ണൂരോ കാസർഗോഡ് അവിടെ എവിടെ വേറെ ഇപ്പൊ പെരിന്തൽമണ്ണന്നാണ് നമ്മൾ ഔട്ട്ഫിറ്റ് എടുത്തത്. അപ്പം അലോറിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.